തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ഭരണം യു.ഡി.എഫിന് നഷ്ടമായി. കാലങ്ങളായി കയ്യിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റാണ് ഇതോടെ നഷ്ടമായിരിക്കുന്നത്. നെടുമ്പാശ്ശേരി നഷ്ടമായതോടെ ദേശീയ തലത്തിൽ കോൺഗ്രസിനുള്ള ജനപിന്തുണ സംസ്ഥാന തലത്തിലും വ്യാപിച്ചു എന്നത് തന്നെയാണ് പ്രകടമാകുന്നത്. കോൺഗ്രസിന് ഇതൊരു വലിയ ക്ഷീണം തന്നെയാണ് സമ്മാനിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് 23 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് നേട്ടം. 10ഇടത്ത് UDF വിജയിച്ചപ്പോൾ 9 സീറ്റുകൾ LDF നേടി. 3ഇടത്ത് BJP വിജയിച്ചു. 1ഇടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കും ജയിക്കാൻ സാധിച്ചു. മുന്നണികൾ പരസ്പരം സീറ്റുകൾ പിടിച്ചെടുത്തപ്പോൾ നേട്ടമുണ്ടാക്കിയത് LDF. നേരത്തെ 4 സീറ്റുകൾ ഉണ്ടായിരുന്ന LDF 5 സീറ്റുകൾ അധികമായി നേടി. 14 സീറ്റുകൾ ഉണ്ടായിരുന്ന UDF-ന്റെ നില 10ആയി ചുരുങ്ങി. 4 സീറ്റുകൾ ഉണ്ടായിരുന്ന BJP-ക്ക് ഉപതെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകളിലേ ജയിക്കാനായുള്ളൂ. നെടുമ്പാശ്ശേരി 14-ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ UDF-ന് പഞ്ചായത്ത് ഭരണവും നഷ്ടമായി. LDF സ്ഥാനാർത്ഥി NS അർച്ചന വിജയിച്ചതോടെയാണ് ഭരണം പോയത്. 14-ാം വാർഡായ കൽപ്പകയിൽ 98 വോട്ടിനാണ് അർച്ചനയുടെ വിജയം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന സന്ധ്യ നാരായണപിള്ള രാജിവെച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കമായിരുന്നു രാജിയിൽ കലാശിച്ചത്. നിലവിൽ 19-അംഗ ഭരണസമിതിയിൽ ഇരുമുന്നണിക്കും 9 അംഗങ്ങൾ വീതമാണ് ഉണ്ടായിരുന്നത്. ഡിസംബറിൽ നറുക്കെടുപ്പിലൂടെ CPM-ലെ ശോഭ ഭരതൻ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. UDF-ലെ PV കുഞ്ഞാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. ഉപതെരഞ്ഞെടുപ്പിലൂടെ LDF-ന് ഒരു സീറ്റ് കൂടി ലഭിച്ചതോടെ ഭരണം പൂർണ്ണമായും അവരുടെ കൈകളിലെത്തും. ഉപതെരഞ്ഞെടുപ്പ് ഫലം ഒറ്റനോട്ടത്തിൽ. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ വെള്ളാർ വാർഡ് BJP-യിൽ നിന്ന് LDF പിടിച്ചെടുത്തു. CPI-ലെ പനത്തുറ ബൈജു 151 വോട്ടുകൾക്കാണ് വിജയിച്ചത്. BJP രണ്ടാമതും കോൺഗ്രസ് 3-ാം സ്ഥാനത്തും എത്തി. ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുന്നനാട് വാർഡ് BJP-യിൽ നിന്ന് LDF പിടിച്ചെടുത്തു. 59 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് CPM-ലെ ശ്രീജലയാണ് വിജയിച്ചത്. പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കോവിൽവിള വാർഡ് BJP നിലനിർത്തി. 19 വോട്ടുകൾക്കാണ് BJP സ്ഥാനാർത്ഥി രജനി ഇവിടെ വിജയിച്ചത്. CPI-ലെ ഷീബ രണ്ടാമതെത്തി. പഴയ കുന്നുമേൽ ഗ്രാമപഞ്ചായത്തിലെ അടയമൺ വാർഡ് കോൺഗ്രസിൽ നിന്ന് CPM പിടിച്ചെടുത്തു. CPM-ലെ ആർച്ച രാജേന്ദ്രൻ 12 വോട്ടുകൾക്ക് കോൺഗ്രസിലെ D ദീപകിനെ പരാജയപ്പെടുത്തി. BJP-യുടെ സിന്ധുവിന് 13 വോട്ടുകൾ ലഭിച്ചു. ചടയമംഗലം പഞ്ചായത്തിലെ കുരിയോട് വാർഡ് BJP-യിൽ നിന്ന് LDF പിടിച്ചെടുത്തു. CPI-ലെ PS സുനിൽകുമാർ 264 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ഇവിടെ കോൺഗ്രസ് 2-ാം സ്ഥാനത്തെത്തി. 58 വോട്ടുകൾ മാത്രം ലഭിച്ച BJP-യുടെ ഉദയൻ 3-ാമതായി. നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിലെ കടമനിട്ട വാർഡിൽ കോൺഗ്രസിന് ജയം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രമേശ് MR 174 വോട്ടുകൾക്ക് BJP-ലെ അമ്പിളിയെ പരാജയപ്പെടുത്തി. സ്വതന്ത്രനായിരുന്നു ഇവിടെ കഴിഞ്ഞ തവണ വിജയിച്ചത്. വെളിയനാട് ഗ്രാമപഞ്ചായത്തിലെ കിടങ്ങറ ബസാർ തെക്ക് വാർഡിൽ BJP-ക്ക് ജയം. CPM-ന്റെ സിറ്റിംഗ് സീറ്റാണിത്. BJP-ലെ സുഭാഷ് 1 വോട്ടിനാണ് വിജയിച്ചത്. സുഭാഷിന് 251 വോട്ടുകൾ ലഭിച്ചപ്പോൾ CPM-ലെ ഗീതമ്മ സുനിലിന് 250 വോട്ടുകൾ കിട്ടി. CPM വിമതനായി മത്സരിച്ച MR രഞ്ജിത്തിന് 179 വോട്ടുകൾ പിടിക്കാനായി. ഇടുക്കി മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ മൂലക്കട വാർഡ് UDF നിലനിർത്തി. കോൺഗ്രസിലെ നടരാജൻ 35 വോട്ടുകൾക്ക് CPM-ലെ രാജ്കുമാറിനെ പരാജയപ്പെടുത്തി. മൂന്നാർ പഞ്ചായത്തിലെ നടയാർ വാർഡും UDF നിലനിർത്തി. കോൺഗ്രസിലെ ലക്ഷ്മി 59 വോട്ടുകൾക്ക് CPI-ലെ നവനീതത്തെയാണ് തോൽപ്പിച്ചത്. എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ നേതാജി വാർഡ് CPM-ൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തു. കോൺഗ്രസിലെ ശാന്തി മുരളി 108 വോട്ടുകൾക്ക് CPM-ലെ പ്രിൻസി രാധാകൃഷ്ണനെയാണ് പരാജയപ്പെടുത്തിയത്. നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കൽപ്പക നഗർ വാർഡ് UDF-ൽ നിന്ന് LDF പിടിച്ചെടുത്തു. CPM-ലെ അർച്ചന NS 98 വോട്ടുകൾക്ക് വിജയിച്ചു. തൃശൂർ മുല്ലശ്ശേരി പഞ്ചായത്ത് 7-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് ജയം. VM മനീഷ് 63 വോട്ടിന് ജയിച്ചു. UDF-ന്റെ സിറ്റിംഗ് സീറ്റാണ് LDF പിടിച്ചെടുത്തത്. കോൺഗ്രസ് ഇവിടെ 3-ാം സ്ഥാനത്തെത്തി. പാലക്കാട് ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പൽ കൌൺസിൽ മുതുകാട് വാർഡ് CPM നിലനിർത്തുകയായിരുന്നു. CPM-ലെ ആരോഗ്യസ്വാമി 369 വോട്ടുകൾക്ക് വിജയിച്ചു. എരുത്തേമ്പതി ഗ്രാമപഞ്ചായത്തിലെ പിടാരിമേട് വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി മാർട്ടിൻ ആന്റണി വിജയിച്ചു. 146 വോട്ടുകൾക്ക് കോൺഗ്രസിലെ ജപമാല മേരിയെയാണ് പരാജയപ്പെടുത്തിയത്. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ പൂക്കോട്ടുകാവ് നോർത്തിൽ CPM-ന് ജയം. LDF-ന്റെ സിറ്റിംഗ് സീറ്റാണിത്. CPM-ലെ CK അരവിന്ദാക്ഷൻ 31 വോട്ടുകൾക്ക് കോൺഗ്രസിലെ മണികണ്ഠനെയാണ് പരാജയപ്പെടുത്തിയത്. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിലെ നരിപ്പറമ്പ് വാർഡ് മുസ്ലിം ലീഗ് നിലനിർത്തി. ലീഗിലെ KTM മജീദ് 470 വോട്ടുകൾക്കാണ് വിജയിച്ചത്. മലപ്പുറം മക്കരപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ കാച്ചിനിക്കാട് കിഴക്ക് വാർഡ് UDF നിലനിർത്തി. മുസ്ലിം ലീഗിലെ നുഹ്മാൻ ഷിബിലി 356 വോട്ടുകൾക്ക് വിജയിച്ചു. കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 2 സീറ്റുകളിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ ജയിച്ചു. 2 സീറ്റുകളും ലീഗിന്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു. വാർഡ് 2 ചുണ്ടേൽ ലീഗിലെ നഷ്വ 171 വോട്ടുകൾക്കും 14-ാം വാർഡ് ഈസ്റ്റ് വില്ലൂരിൽ ലീഗിലെ ഷഹാന ഷെറിൻ 201 വോട്ടുകൾക്കുമാണ് വിജയിച്ചത്. കണ്ണൂർ മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ മമ്മാക്കുന്ന് വാർഡ് CPM പിടിച്ചെടുത്തു. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് CPM-ലെ AC നസിയത്ത് ബീവി 12 വോട്ടുകൾക്കാണ് ജയിച്ചത്. രാമന്തളി ഗ്രാമപഞ്ചായത്തിലെ പാലക്കോട് സെൻട്രൽ വാർഡിൽ UDF-ന് ജയം. UDF-ന്റെ സിറ്റിംഗ് സീറ്റിൽ ലീഗിലെ മുഹമ്മദ് MP 464 വോട്ടുകൾക്ക് വിജയിച്ചു. മാടായി ഗ്രാമപഞ്ചായത്ത് മുട്ടം ഇട്ടപ്പുറം വാർഡ് UDF നിലനിർത്തി. ലീഗിലെ മുഹ്സീന SH 444 വോട്ടുകൾക്ക് വിജയിച്ചു. മട്ടന്നൂർ നഗരസഭയിൽ BJP അക്കൗണ്ട് തുറന്നു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന ടൗൺ വാർഡിൽ BJP സ്ഥാനാർത്ഥി A മധുസൂദനൻ 72 വോട്ടിന് ജയിച്ചു. UDF-ന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു ഇത്.
ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.